ആകാശത്ത് ഇങ്ങനെ മഴമേഘങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു ഭയങ്കര രസമാണ്. ഇതിപ്പോൾ കാണുമ്പം മേളിലും ആകാശം താഴെ ആകാശം, താഴത്തെ ചെറിയ ചെറിയ കോണ്ടിനെന്റിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് മൊബൈൽ ക്യാമറ കാണാമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രസമായിട്ടോ ആകാശത്ത് ഇങ്ങനെ വലിയ മേഘങ്ങളൊക്കെ ഓടിപ്പോണ ആരം ഭയങ്കര രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു വലിയ മേഘങ്ങൾ. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു കടലിൻ്റെയൊക്കെ ഒരു നീലിമ പോലത്തെ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങി ചെക്കിങ്ങിനൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് കാടുള്ളതുകൊണ്ട് സുഖമായിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യണ നല്ല സുഖകരമായിട്ട് റോഡ് യാത്ര ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാഫിക് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പല സ്ഥലത്തെ കൂടെ ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട്. യാത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ ട്രാഫിക് ഒന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഭംഗിയാണ്, നല്ല ഒഴുകി പോകുന്നൊരു ഫീലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ എമിറേറ്റ്സ് മാളിൻ്റെ ഫ്രണ്ടിലാണ്. എമിറേറ്റ്സ് മാളിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തടാകം പോലെയുണ്ട്. മേളിൽ മെട്രോ സ്റ്റേഷൻ കാണാം. മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. പിന്നെ ഇവിടെ ഫുട്പാത്തിന് ഇവിടെ സൈഡിൽ നല്ല പുൽമേന്നത്തെ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ ആളുകളൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര രസമുള്ള ഒരു തൊട്ടപ്പുറം വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ആ നേരെ കാണുന്നതൊക്കെയാണ് നമ്മുടെ റെയിൽവേ മറ്റേ മെട്രോ സ്റ്റേഷൻ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ ഉള്ള ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അതായത് ഈന്തപ്പനത്തോട്ടങ്ങളും അവിടെ എവിടെയൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ നന്നായിട്ട് പോകണം. മെട്രോ ഇതുവരെ പോകണ കണ്ടില്ല. മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മെട്രോ ട്രെയിൻ കണ്ടോ സൈഡിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇന്ന് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് നേരെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് പാംജുമേര ഹോട്ടലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എമിറേറ്റ്സ് മാളിൻ്റെ ഇപ്പോൾ ബാക്കിലത്തെ സൈഡിലെ ഒരു വഴി കൂടെ നമ്മളിപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മുഖം ഇങ്ങനെ ചക്ക പോലെ കാണുന്ന എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഒരു സംഭവം ഇങ്ങനെ പിടിക്കാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു രസം. കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്ളോഗാണ്. അപ്പുറത്തേക്ക് മാറി കുറച്ചൊക്കെ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു മാളാണ്. ഇപ്പുറം എമിറേറ്റ്സ് മാളാണ്. എമിറേറ്റ്സ് മാളിൽ ഭയങ്കര എക്സ്പെൻസാണ്. അത്യാവശ്യം ഭയങ്കര യൂറോപ്യൻസ് ആൾക്കാരൊക്കെയാണ് അവിടെ ആ സാധനങ്ങളൊക്കെ മേടിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടപ്പോൾ യൂറോപ്യൻസ് ഈ വെള്ളപ്പാറ്റകളെ തട്ടിയിട്ട് എന്ത് ചെയ്താൽ നടക്കാൻ പറ്റില്ല. അത്രയും ആൾക്കാരുണ്ട് അവിടെ. യൂറോപ്യൻസും അറബികളും ഉണ്ട്. അത്യാവശ്യം അറബികളും ഉണ്ട്. പിന്നെ നമുക്ക് പറ്റിയൊരു മാളെന്ന് പറഞ്ഞാൽ അൽക്കൂസ് മാളാണ്. അൽക്കൂസ് മാളിൽ ഇഷ്ടംമാരെ ആൾക്കാർ, മലയാളികൾക്ക് എന്തായാലും സുപരിചിതമായിട്ടുള്ളൊരു മാളാണ് അൽക്കൂസ് മാൾ. അൽക്കൂസ് മാള് അത്യാവശ്യം നല്ല ദീപപ്രഭയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. ഭയങ്കര രസമാണ് അൽക്കൂസ് മാൾ കാണാൻ. ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാം മലയാളികളാണ്. പിന്നെ നല്ല ഒരു ഹോട്ടലുണ്ട്, ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഒരു കഫ്റ്റേരിയ പോലെ കയറി ചെല്ലുമ്പോൾ തന്നെ. അവിടെ നിന്ന് നമുക്ക് ചെറിയ പഴംപൊരിയോ അങ്ങനെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല ചായ, നല്ല നാടൻ ചായ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോകും നമ്മുടെ സുഹൃത്ത്. അദ്ദേഹം വർക്കിന് വേണ്ടി ജോലിക്ക് വേണ്ടി പോകണ നമ്മുടെ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടന് ഇപ്പോൾ ഈ പറഞ്ഞ രാവിലെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു ബാഗും തൂക്കി ഞാനും കൂടെ നടന്നു കൊണ്ടാണ്. ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെപ്പാര നടക്കുവാണ്. ജുമൈറ വില്ലേജ് എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ജുമൈറ വില്ലേജ് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. വലിയ ടൗണിൻ്റെതായ വലിയ ടൗൺ തന്നെ, അപ്പുറം ടൗൺ തന്നെ. പക്ഷേ ഇവിടെ ഒരുപാട് പാർക്കുണ്ട്, നല്ല പാർക്കുണ്ട്. നല്ല പക്ഷികളൊക്കെ ചിലയ്ക്കുന്ന ഇഷ്ടംപോലെ ചെറിയ അണ്ണാനെയൊക്കെ കാണാം, മൈന. പിന്നെ ഒരു തലയിലൊരു പൂവുള്ള ഈ നമ്മുടെ ഏകദേശം ഒരു മരംകൊത്തിയെ പോലെ ഫീൽ ചെയ്യുന്ന, മരംകൊത്തിയുടെ കളറല്ല, ഒരു വൈറ്റും ബ്ലാക്കും ഒക്കെ ഉള്ള ഒരു സൈസ് കിളിയാണ്. ആ കിളിനെ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ പ്രാവശ്യം ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ആ കിളി പെട്ടെന്ന് പറന്നുപോയി. അതുകൊണ്ട് ഈ കൃഷി നമുക്ക് കിട്ടിയില്ല. മൈന, തത്ത ഇതൊക്കെ ഇഷ്ടംമാതിരി ഈ പാർക്കിൻ്റെ അകത്തോടെ നടക്കണത് കാണാം. നമുക്ക് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പോലെയൊക്കെയുള്ള തോന്നത്തക്ക രീതിയിലുള്ള ഒരു പാർക്കാണത്.
എന്നിട്ട് കേരളത്തിലെ അത്ര നല്ല ഒരു ഗ്രീനറി ഉണ്ട്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രീനറി ആണെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ എങ്കിലും ഇതൊരു ആശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായിയുടെ ഓക്സിജനാണ് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട്.